അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ സമാധാനം കിട്ടില്ലേ? അല്ലെങ്കിൽ സമാധാനമായിട്ട് കൊണ്ടുപോയി പറ്റില്ല. അത് പൊന്തിണ്ടിരിക്കും നേരം ഇടയ്ക്കെങ്കിലും പൊന്തിണ്ടാകും പൊന്തിനാന്നിരിക്കും. പൊന്തണ നേരത്തെ അങ്ങോട്ട് കിട്ടിയില്ലേ ചെയ്യണ്ട എനിക്ക് അവിടെ വന്നാലും പൊന്തിയാകും. എന്നാ വരും നീ? ചെലപ്പോ ഞങ്ങൾ നാളെ പോകുന്നുണ്ടെങ്കിൽ നാളെ വിളിച്ചേട്ടാ ഞാൻ. അപ്പൊ വരൂലേ? നാളെ പോണില്ല. മഴയാണ് ഇവിടെ. കാര്യമൊന്നുമില്ല. മഴയില്ലെങ്കിൽ വന്നാ മതി. മഴയാണെങ്കിൽ അല്ലടാ സുഖം കെട്ടി പിടിച്ച് കിടക്കാൻ. മഴയാക്കാൻ സുഖം വരണ്ട പോകുന്നു മഴയത്ത് കെട്ടി വന്നിട്ട്. അപ്പൊ ബസ്സിൽ വരേണ്ടി വരും. വണ്ടിമ വരണ്ടെങ്കിലും അയ്യോ വണ്ടിമൊന്നും ഇവിടെ വണ്ടി കയറ്റി വയ്ക്കാൻ പറ്റൂല. ആളെങ്കിലും പെട്ടെന്ന് വന്നാ ആരുടെ വണ്ടിയും ചോദിച്ചില്ലേ? ബസ്സിൽ വന്നിട്ട് അവിടെ ഇറങ്ങുക ബസ് സ്റ്റോപ്പിൽ. എന്നിട്ട് അവിടെ നമുക്ക് നടക്കുക. ബസ് സ്റ്റോപ്പും വഴിയിലൊന്നും അറിയില്ല. പാട് തൃശ്ശൂരിന്ന് ബസ് കയറിയിട്ട് കോടന്നൂർ ബസ്സിലേക്ക് കയറുക. കോടന്നൂര് ബസ് കയറിയിട്ട് ചേരാ സ്റ്റോപ്പിൽ ഇറങ്ങുക. ഞാൻ നാളെ വിളിക്കുമ്പോ പറയാം. അത് ചിലപ്പോ വിളിച്ചാൽ മറക്കും. എന്താ മറവി? മറന്നാലോ വൈകിട്ട് വേറെ പോയി ഞാൻ മെനക്കെടണ്ട. 2 മണിക്ക് മുമ്പ് ഇവിടെ കുത്തി വരില്ലേ? 2 മണിക്ക് ഒന്ന് വന്നാള് അതവിടെ ടി വി വെച്ചത്. പിന്നെ കുറച്ച് നീട്ടൊക്കെ ഉണ്ട്. എത്രത്തോളം നീട്ടുന്നു ഞാൻ പറയാ. നാളെ കാണുമ്പോ പറയാം. ഒരു ഉദ്ദേശം ഇപ്പൊ എത്ര പറയും ഞാന്. എങ്കിലും ഞാനത് പറഞ്ഞു തരാ. നിന്റെ കയ്യിന്റെ അത്രക്കുണ്ട്. ഈ കയ്യിന്റെ തപ്പില്ലേ? കൈപ്പത്തി കൈപ്പത്ര അത്രയുണ്ട്. വന്നുണ്ടാ വന്നുണ്ടാ ഈശ്വരാ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. 2 ദിവസം എനിക്ക് ഇന്ന് വരാനില്ലേ? ഇന്ന് വരാനില്ല ചോദിച്ചാൽ നല്ല മഴയുടെ കൂടെ പിന്നെ ചെറിയൊരു പനിയുടെ അതുണ്ട്. പിന്നെ മഴ നനയണ്ടാന്നിട്ടാ. പിന്നെ മഴ കൊണ്ട് പനി പിടിച്ചു കഴിഞ്ഞപ്പോ അങ്ങോട്ട് വരാൻ പറ്റിയില്ല. കേട്ടാ കാര്യങ്ങളൊക്കെ പറഞ്ഞാ വീണ്ടും ഞാൻ ഫോൺ ചെയ്തിട്ട് ഓണടിക്കേണ്ടി വരില്ലേ? അപ്പൊ അതിനൊക്കെ നല്ലത് പനി ഇപ്പൊ കൊള്ളാണ്ടിരുന്നിട്ട് 2 ദിവസം കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് നേരിട്ടിട്ട് പൂശി പോന്നോളെ. അത് മതി. ആട്ടുസൂപ്പിന്റെ ഫലം ചെയ്യില്ലേ? ആട്ടുസൂപ്പിന്റെ ഫലം ചെയ്യും. അത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയാണ്. ക്ഷമ എത്രത്തോളം ആട്ടുസൂപ്പ് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശക്തിയല്ലേ? അതെ. ഞാൻ ഇടയ്ക്ക് കുടിക്കാറുണ്ടത്. ഞാൻ കുടിക്കാറില്ല. ഞാനും കുടിച്ചിട്ടില്ല. എനിക്ക് അല്ലാണ്ട് തന്നെ നല്ല ശക്തിയാ. അല്ലാണ്ട് എന്റെ സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കാണിച്ച് ഒടിച്ച് പിടിച്ച് നുറുക്കി കളയും. നുറുക്കി കളയല്ലേ? കടിക്കല്ലേ? ഞാൻ ഇടയ്ക്കടിക്കുന്നത് വരേണ്ടതല്ലേ? ആദ്യം തന്നെ കണ്ടിട്ട് പിടിച്ച് കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കൈ പിടിച്ചു വന്നിട്ട് എന്താ കാര്യം? പിന്നെ മണിക്ക് നല്ല വിൽപ്പുണ്ടോ അതിന്റെ? മണി ഇതോണ്ടക്കായ എന്ത് കായ? ഒരു പോറ മേടിച്ചോട്ടെ. തുടങ്ങിയാലോ? പാൻറ്റായിട്ടാ ഞാൻ അവിടെ തൃശ്ശൂരിന്ന് വന്ന വഴിയാ. എവിടെയാണ്? ബാത്റൂമില്? ബാത്റൂമിലൊന്നല്ല, വീട്ടിലെ റൂമില്. ഗ്രാൻഡ് മദറുള്ളൂ. പാൻറ്റയച്ചു എന്നെ കണ്ട് വീട്ടിൽ കണ്ടിരിക്കാൻ പറ്റും. ഇപ്പൊ നല്ല ഇപ്പൊ ഷെഡ് അയച്ചോളൂ. സാധനം മുകളിലൊന്നും അടിച്ചു. അയ്യോ സാധനം തടയിട്ട് എന്നിട്ട് മുകളിലൊന്നും അടിച്ചു. എവിടെ വന്നിട്ട്? മറ്റേ വയറ്റത്ത് വന്നിരിച്ചു. അടിയിലിങ്ങനെ മടങ്ങി കിടക്കായിരുന്നേ. ഷെഡ് അയച്ചോടനെ എന്നിട്ട് മുകളിലേക്ക് വന്ന് പൊന്തി സ്പ്രിംഗ് പറഞ്ഞ പോലെ പഠിച്ചത്. കൈയെടുക്കെന്ന് പറഞ്ഞു. ആരുടെ കൈയെടുക്കെന്ന് പറഞ്ഞു? നിന്നോട് കൈയെടുക്കാൻ കൈ വെച്ചോ?
കയ്യിലെടുത്തോളാം സാധനം. കയ്യിലെടുത്തോളാന്നല്ലേ? അത് ഷഡ്യൂര് പിന്നെ കൈ പിടിച്ചിട്ടുണ്ട്. ഒഴിഞ്ഞ് തുടങ്ങിക്കോ അടിക്കല്. അടിക്കല് കുറച്ച് കഴിഞ്ഞിട്ടാവാണ്. സൗണ്ട് കേട്ടാടാ. സൗണ്ട് കേൾപ്പിച്ചോ? സൗണ്ട് കേൾക്കണം തന്നെ എന്ത് ചെയ്യാ? നീ അടിക്കുന്ന സൗണ്ട് കേട്ടിട്ടാ അതിൽ കൂടെ അല്ലെങ്കിൽ സമാധാനം കിട്ടില്ലേ? അല്ലെങ്കിൽ സമാധാനം തോന്നിക്കാൻ പറ്റില്ല. അത് പൊന്തിണ്ടിരിക്കും നേരം പൊന്തറാൻ നേരത്തെ അങ്ങോട്ട് കിട്ടിയില്ലേ ചെയ്യാൻ എനിക്ക് എന്നാ വരും നീ? ചെലപ്പോ ഞങ്ങൾ നാളെ പോകുന്നില്ലെങ്കിൽ നാളെ വിളിച്ചേട്ടാ ഞാൻ. അപ്പൊ വരൂല്ലേ? നാളെ പോണില്ല. മഴയാണ് ഇവിടെ. പാരുന്നില്ല. മഴയില്ലെങ്കിൽ വന്നാ മതി. മഴയാണെങ്കിൽ അല്ലട സുഖം കെട്ടിപ്പിടിച്ച് കിടക്കാൻ. മഴയാക്കാൻ സുഖം വരണ്ട പോകുന്നു മഴയത്ത് കെട്ടി. അപ്പൊ ബസ്സിൽ വരേണ്ടി വരും. വണ്ടി വരണ്ടെങ്കിലും അയ്യോ വണ്ടിമൊന്നും ഇവിടെ വണ്ടി കയറ്റി വെക്കാൻ പറ്റൂല. ആളെങ്കിലും പെട്ടെന്ന് വന്നാ ആരോ വണ്ടിയും ചോദിച്ചില്ലേ? ബസ്സിൽ വന്നിട്ട് അവിടെ ഇറങ്ങാ ബസ് സ്റ്റോപ്പിൽ. എന്നിട്ട് അവിടെ നമുക്ക് നടക്കാം. ബസ് സ്റ്റോപ്പും വഴിയിലൊന്നും അറിയില്ല. അതാ പാട്. തൃശ്ശൂരിന്ന് ബസ് കയറിയിട്ട് കോടന്നൂർ ബസ്സിലേക്ക് കയറുക. കോടന്നൂർ ബസ് കയറിയിട്ട് ചേരാ സ്റ്റോപ്പിൽ ഇറങ്ങാ. ഞാൻ നാളെ വിളിക്കുമ്പോ പറയാം. അത് ചിലപ്പോ വിളിച്ചാൽ മറക്കും. എന്താ മറവി? മറന്നാലോ? വൈകിട്ട് വേറെ എവിടെയും പോയി ഞാൻ മെനക്കെടണ്ടേ? 2 മണിക്ക് മുമ്പ് ഇവിടെ കുട്ടി വരില്ലേ? 8 മണിക്ക് ഒന്ന് വന്നാള്. അതാ ടി വി വെച്ചത്. പിന്നെ കുറച്ച് നീട്ടൊക്കെ ഉണ്ട്. എത്രത്തോളം നീട്ടുന്നു ഞാൻ പറയാ. നാളെ കാണുമ്പോ പറയാം. ഒരു ഉദ്ദേശം ഇപ്പൊ എത്ര പറയും ഞാന്. എങ്കിലും ഞാനത് പറഞ്ഞുതരാ. നിന്റെ കയ്യിന്റെ എത്രക്കുണ്ട്? ഈ കയ്യിന്റെ പത്തില്ലേ? കൈപ്പത്തി കൈപ്പത്ര ഉണ്ട്. വന്നുണ്ടാ? വന്നുണ്ടാ? ഈശ്വരാ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. 2 ദിവസം എനിക്ക് ഇന്ന് വരാനില്ലേ? ഇന്ന് വരാനിട്ട് വെച്ചാൽ നല്ല മഴയോട് കൂടെ പിന്നെ ചെറിയൊരു പനിയുടെ ഇതുണ്ട്. പിന്നെ മഴ നനയണ്ടാന്നിട്ടാ. പിന്നെ മഴ കൊണ്ട് പനി പിടിച്ചു കഴിഞ്ഞപ്പോ അങ്ങോട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ കേട്ടാ. കാര്യങ്ങളൊക്കെ പറഞ്ഞാ വീണ്ടും ഞാൻ ഫോൺ ചെയ്ത് ഓണടിക്കേണ്ടി വരില്ലേ? അപ്പൊ അതിനൊക്കെ നല്ലത് പനി ഇപ്പൊ കൊള്ളാണ്ടിരുന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് അവിടെ വന്നിട്ട് നേരിട്ടിട്ട് പൂശി കൊണ്ടുപോകേ. അത് മതി. ആട്ടുസൂപ്പിന്റെ ഫലം ചെയ്യില്ലേ? ആട്ടുസൂപ്പിന്റെ ഫലം ചെയ്യും. അത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയാണ്. ക്ഷമ എത്രത്തോളം ആട്ടുസൂപ്പ് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശക്തിയല്ലേ? അതെ. ഞാൻ കുടിക്കാറുള്ളത്. ഞാൻ കുടിക്കാറില്ല. ഞാനും കുടിച്ചിട്ടില്ലേ? എനിക്കെല്ലാം തന്നെ നല്ല ശക്തിയാണ്. എന്റെ സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കാണിച്ച് പിടിച്ച് നുറുക്കി കളയും. നുറുക്കി കളയല്ലേ? കടിക്കല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരേണ്ടതല്ലേ? ആദ്യം തന്നെ കണ്ടിട്ട് പിടിച്ച് കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കൈ പിടിച്ച് വന്നിട്ട് എന്താ കാര്യം? പിന്നെ മണിക്ക് നല്ല വിൽക്കുണ്ട് അതിന്റെ മണി ഇതോണ്ടക്കായ എന്ത് കായ? ഒരു പോറ പിടിച്ചോട്ടെ. തുടങ്ങിയാലോ? പാൻറ്റേക്ക് എത്തിട്ടാ. ഞാൻ പോയി അവിടുന്ന് തൃശ്ശൂരിന്ന് വന്ന വഴിയാ. ബാത്റൂമിലൊന്നല്ല, വീട്ടിലെ റൂമില്. വീട്ടിലേക്ക് ഗ്രാൻഡ് മദർ ഉള്ളു. പാൻറ്റേക്ക് എന്നെ കണ്ട് വീട്ടിൽ കണ്ടിരിക്കാൻ പറ്റും. ഇപ്പൊ നല്ല ഇപ്പൊ ഷെഡ് അയച്ചോളൂ. സാധനം അങ്ങനെ മുകളിലൊന്നും അടിച്ചു. അയ്യോ സാധനം തടയിട്ട് എന്നിട്ട് മുകളിലൊന്നും അടിച്ചു.
എവിടെ വന്നിട്ട്? മറ്റേ വയറ്റത്ത് വന്നിട്ട് അടിയിലിങ്ങനെ മടങ്ങി കിടക്കായിരുന്നേ. ചെടി അയച്ചോടനെ അങ്ങോട്ട് മൂളിക്കാൻ വന്ന് പൊന്തി പഠിച്ചത് പറഞ്ഞു. ആരുടെ കൈ എടുക്കെന്ന് പറഞ്ഞു? നിന്നോട് കൈ എടുക്കാൻ കൈ വെച്ചോ? കയ്യിലെടുത്തോളാം സാധനം. കയ്യിലെടുത്തോളാം വരെ അത് ഷഡ്ഡി ഒരു പിന്നെ കൈ പിടിച്ചിട്ടുണ്ട്. ഒഴിഞ്ഞൊഴിഞ്ഞ് തുടങ്ങിക്കോ അടിക്കല്. അടിക്കല് കുറച്ച് കഴിഞ്ഞിട്ടാവാണ്. സൗണ്ട് കേട്ടാടാ. സൗണ്ട് കേൾപ്പിച്ചോ? സൗണ്ട് കേൾക്കണം തന്നെ എന്ത് ചെയ്യാ? അടിക്കുന്ന സൗണ്ട് കേട്ടിട്ടാ അതിൽ കൂടെ